നിരവധി വർഷത്തെ സേവന പാരമ്പര്യവുമായി ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ് ഇനി കുറഞ്ഞ ചെലവിൽ സോളാർ ഇൻവെർട്ടറുകൾ എന്നിവ സ്ഥാപിക്കും. കൂടാതെ ഓൺലൈൻ UPS ലിഥിയം ബാറ്ററി, വാട്ടർ ഹീറ്റർ ആൻഡ് ഹീറ്റ് പമ്പ്, ഇൻവെർട്ടർ, ബാറ്ററി, ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സോളാർ, വാട്ടർ പ്യൂരിഫയർ, CCTV എന്നിവയുടെ മികച്ച ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ സ്വന്തമാക്കാം, അതും കുറഞ്ഞ ചെലവിൽ. ബ്രൈറ്റ് സിറ്റി എനർജി സിസ്റ്റംസ്, മേപ്പാടം, ചേലക്കര. ഫോൺ 6238311212. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിൽ ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലുള്ള വനത്തിന്റെ വിവിധയിടങ്ങളിൽ വിത്തുണ്ടകൾ നിക്ഷേപിച്ചു. AKPA സംസ്ഥാന പ്രസിഡന്റ് AC ജോൺസൺ വിത്തൂട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വനത്തിനുള്ളിൽ തന്നെ ആവശ്യത്തിനുള്ള ഭക്ഷണവും ജലവും ലഭിച്ചാൽ തീർച്ചയായിട്ടും അവര് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിലൊന്നും നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ വന്യമൃഗങ്ങളുടെ വലിയ ആക്രമണം. ഒന്നുകിൽ മനുഷ്യൻ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാടിനുള്ളിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ വന്യജീവികൾ മനുഷ്യനെ ആക്രമിക്കുന്നതെന്നുള്ള രീതിയിലേക്ക്. പക്ഷേ ഇത് ഇന്നത്തെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയവും അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള നേതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളും മനുഷ്യന് എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കെങ്കിലും ഓടി അവിടെ ഏതെല്ലാം തരത്തിൽ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ വാർത്തകളാക്കണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ എത്രമാത്രം കാടിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും ആത്മവിചിന്തനം നടത്തുന്നില്ല. തീർച്ചയായിട്ടും അത്തരത്തിലുള്ളതാകട്ടെ ഈ വിത്തൂട്ടിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് തീർച്ചയായിട്ടും കാടിനുള്ളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കാനുള്ള സംവിധാനമാണ് നമ്മൾ ഈ ഒരു വലിയ പ്രവർത്തനത്തിലൂടെ നടത്തുന്നത്. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷന്റെ നേതൃത്വത്തിൽ ചക്ക, ഞാവൽ, അത്തി, മുള, പുല്ലിനങ്ങൾ എന്നിവയുടെ വിത്തുകളാണ് നിക്ഷേപിച്ചത്. AKPA ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ജനവാസ മേഖലകളിൽ വന്യജീവികളാക്കിക്കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് നമ്മുടെ നാട്ടിൽ അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, അത് വന്യമൃഗങ്ങൾക്ക് കഴിക്കാനുള്ള ഫലങ്ങളും മറ്റു കാര്യങ്ങളും വളർത്തിയെടുക്കുക, കാടിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക എന്നുള്ളൊരു ചിന്ത വെച്ചിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. AKPA സംസ്ഥാന സെക്രട്ടറിയും തൃശൂർ ജില്ലാ ഇൻചാർജുമായ KM മാണി, AKPA സംസ്ഥാന സെക്രട്ടറി CG ടൈറ്റസ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഒളകര ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ U സജീവ് കുമാർ വിത്തൂട്ടിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഞങ്ങൾ കാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഈ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസ് മാത്രമാണ് ഞങ്ങൾക്ക് സംരക്ഷിച്ചത്. അപ്പം നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ ആ ക്യാമറ വെച്ചുകൊണ്ട് ആ ചിത്രങ്ങൾ പലതും സംസാരിക്കാൻ കഴിവുള്ള ഫോട്ടോകളായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തകനായിരുന്നു വളരെ ശേഷമുണ്ട്. അദ്ദേഹമാണ് നിങ്ങളെ ഇങ്ങോട്ട് കണക്ഷൻ ചെയ്തത്. കാരണം അദ്ദേഹത്തിനറിയാം, ഞാനിവിടെ വന്നത് 2 വർഷമായി. ഒരുപാട് പ്രോഗ്രാമുകളാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. കുട്ടികളെ കൊണ്ടുള്ള കൂട്ടുന്ന നാട്ടുകാരൊക്കെയാണ്. ഈ ഒരു സ്ഥലത്തിനെ പ്രത്യേകത പീച്ചി വലിയ സങ്കേതമാണ്. പക്ഷേ ഇത് ടൂർ ഏരിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇതിൽ അനുവാദമില്ലാതെ ഇവിടെ പ്രവേശിക്കാൻ പറ്റുന്നതിനും പാടില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ ഈ വിത്തൂട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളുടെ ഒപ്പം നടക്കുന്നതിനുള്ള സൗകര്യം ഞങ്ങൾക്ക് വരും. ശരിക്കും ഓരോ കാടുകളിലും ടൂർ ഏരിയ അല്ലാത്ത ഭാഗങ്ങൾ മാത്രമാണ് ട്രക്കിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ. നമുക്കറിയാം, നമ്മുടെ ഈ വാഴാനി ഡാമിലെടുത്ത് പീച്ചി ഡാമിലൊക്കെ നമ്മൾ കൊട്ടവഞ്ചി, അതുപോലെ തന്നെ പീച്ചിൽ ട്രക്കിംഗ് ഉണ്ട്, ചിമ്മിണി ട്രക്കിംഗ് ഉണ്ട്. അതൊക്കെ അവിടെ ആ ടൂറിസത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആ പ്രത്യേക മേഖലകളിൽ മാത്രമാണ് നമുക്ക് നടക്കാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത്. ഫോറസ്റ്റ് സ്റ്റേഷൻ ഓഫീസർ KL ലിൻഡോ, സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് വസന്തിനി, ജില്ലാ സെക്രട്ടറി ലിജോ ജോസഫ്, ജില്ലാ PRO KC അജയൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജീസൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. AKPA ജില്ലാ മേഖല യൂണിറ്റ് ഭാരവാഹികൾ, അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്.